യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവക്കറിയാണ്. കണവ കുറച്ച് നമുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ വറക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് കണവ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റൗണ്ട് പോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ബൗൾ എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു മണി മതി, കുറച്ച് മതി കേട്ടോ, വേണ്ട. ഇത്രയും മഞ്ഞൾപ്പൊടി മതി, അല്ലെങ്കിൽ മഞ്ഞ കളറായി പോവും. പിന്നീട് നമുക്ക് മുളക് പൊടി ഇടണം. മുളക് പൊടി നമുക്ക് എടുത്ത് തരാം. മുളക് പൊടി എടുക്കുന്നത് എരിവ് കൂടുതലാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇത്രയും മുളക് പൊടിയും പിന്നീട് ഉപ്പ്, സാൾട്ട് ഇൻ ടു ടേസ്റ്റിന് നമുക്ക് ഉപ്പ്. പിന്നീട് അവിടെ കണവയാണെങ്കിൽ കുറച്ചെടുത്ത് ഇളക്കാം. കരി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് കണവ. നമ്മൾ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ വിചാരിക്കും ഫ്രൈ ചെയ്യാൻ പോവാണെന്ന്, അല്ല, കറി വെക്കുവാണ്. ഇങ്ങനെയാണ് നമ്മൾ കണവ കറി വെക്കുന്നത്. നമ്മൾ കണവയ്ക്ക് ഇത്രയും കളറ് മതി. നിങ്ങൾ തോനെ മുളക് പൊടിയും കൂടി ഇടണ്ട. ഇനി നമുക്ക് ഇതിന് നമ്മൾ നേരെ കുക്കറിലിട്ട് 2 വിസിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കണവ എല്ലാം കൂടി ഇതിനകത്തിടാം. കണക്കകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ കണവ തന്നെ ഇങ്ങനെ നല്ല വെള്ളം പോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ഇനി 2 വിസിൽ കേൾപ്പിച്ചിട്ട് എടുക്കാം. കണവ 2 വിസിൽ അടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണവ കറി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചട്ടിക്കകത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത്രയും എണ്ണ മതി. ഈ എണ്ണ ഒന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചൂടായില്ലെങ്കിൽ കുഴപ്പമില്ല, അപ്പോഴേക്കും പൊട്ടിക്കോളും. കടുക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടട്ടെ. നമ്മൾ കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ 4-5 തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് അതൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇച്ചിരി ബ്രൗൺ കളറിലാവട്ടെ. തേങ്ങാക്കൊത്ത് പകുതിയോളം ചെറിയൊരു ബ്രൗൺ മതി. അത് നമുക്ക് കറിയാക്കി വെക്കാം. പിന്നീട് നമുക്ക് കുറച്ച് നീളമുളക് ഇട്ട് കൊടുക്കാം. നീളമുളക് ഇട്ട് നല്ലതായിട്ട് മിക്സിയിട്ടെടുക്കാം. മൊത്തം പച്ചക്കളറായി. ഇനി നമ്മൾ 2 ഉള്ളി ഇട്ടിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ടു. ഉള്ളി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇത് ബ്രൗൺ കളറാണ്. വാടുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റാണ് നമ്മുടെ കണവക്കറിക്ക് വരുന്നത്. സവോളയുടെയൊക്കെ ഇത് നല്ലതായിട്ട് വാടണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ സവോള തന്നെ ഇത്രയും വഴണ്ടു. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. രണ്ടോ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒരെണ്ണം എടുക്കാൻ പറ്റുമെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, അല്ലെങ്കിൽ 2 എടുത്തിട്ട് ഇനി നമുക്ക് ഇതിന് നല്ലതായിട്ട് നടത്തി കൊടുക്കാം. നമ്മൾ തക്കാളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കണവ വേവിച്ചത് ഇട്ട് കൊടുക്കാം. കണവ പിങ്ങനായിട്ടുണ്ട്. നമ്മൾ കണവയ്ക്കുള്ള തേങ്ങയാണ് വറക്കുന്നത്.
ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്നും നോക്കിയിട്ടേ നമുക്ക് ഉപ്പിടാവുള്ളൂ, അല്ലെങ്കിൽ ഉപ്പ് പോകും. ഇന്ന് അടച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ആവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കണവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കണവയും ചക്കയും റെഡി ആയിട്ടുണ്ട്. ചക്കയൊക്കെ നല്ല എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുന്ന സാധനമാണ്. ചക്കയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ കണവ എന്തായാലും മനസ്സിലായി വെക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് എൻ്റെ വീഡിയോ എല്ലാവരും കാണാം. ബൈ ബൈ.